Hi, my dear friends. You all are welcome to Englu's another episode. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാനലിൽ പ്രധാനമായും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഏത് ലാംഗ്വേജിലാണെങ്കിലും വളരെ പ്രധാനമാണ്. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി? കമ്മ്യൂണിക്കേഷൻ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ സംസാരിക്കുന്നത്, പ്രസൻറ്റേഷൻ നടത്തുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഹൗ ടു ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ ടു യു നോ? എന്തായിരിക്കും അപ്പോൾ ശരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ലോകത്തെപ്പോഴും കമ്മ്യൂണിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ് ഓർ നോ? മനുഷ്യർക്കിടയിൽ, പക്ഷികൾക്കിടയിൽ, മൃഗങ്ങൾക്കിടയിൽ, അങ്ങനെ ഓരോ തലങ്ങളിലും വിവിധ തരം ജീവികൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ജീവനില്ലാത്തവകൾക്കിടയിൽ പോലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. റൈറ്റ്? വാഹനങ്ങൾ ഹോൺ മുഴക്കാറുണ്ട്, മനുഷ്യൻ്റെ സഹായത്തോടെയാണെങ്കിൽ പോലും. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഹോൺ മുഴക്കി സമ്മതം കൊടുക്കാറുണ്ട്. There are many examples. സൈറൺ മുഴക്കാറുണ്ട്. എനിവേ, വാട്ട്സ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് പറയാനുള്ളത് മറ്റൊരാളെ കേൾപ്പിക്കുക. റൈറ്റ്? എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ത്രൂ ലാംഗ്വേജസ്, ജെസ്റ്റേഴ്സ് ഓർ സൈൻസ്. ഭാഷകളിലൂടെ, ആംഗ്യങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ നമ്മുടെ ആശയങ്ങൾ കൈമാറുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ പോലെ പല രീതിയിലും നടത്താം. ഭാഷകളിലൂടെ നടത്താം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് സംസാര ഭാഷയിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ജെസ്റ്റേഴ്സ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് എങ്ങോട്ടോ പോകുന്നത് കണ്ടു. നമ്മൾ ഒന്നും മിണ്ടാതെ ജസ്റ്റ് ആൻ ആക്ഷൻ. അപ്പോൾ അവനെന്ത് പറഞ്ഞു? എങ്ങോട്ട് പോകുന്നു? ഞാൻ കടയിലേക്ക് പോകുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അതാണ് ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സൈൻസ്, വാഹനമെടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് ജംഗ്ഷനിലെത്തിയപ്പോൾ ഒരു റെഡ് സിഗ്നൽ, സോ വി സ്റ്റോപ്പ് അവർ ബൈക്ക് ഓർ അവർ കാർ ഓർ അവർ ബസ്. റൈറ്റ്? നമ്മൾ നിർത്തുന്നു. അപ്പോൾ അതൊരു സൈനാണ്, ഒരു അടയാളമാണ്. ഹോൺ മുഴക്കിയൊന്നും പോകാൻ പാടില്ല. ഇതാ ഇവിടെ ഹോസ്പിറ്റലാണെന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു അടയാളത്തിലൂടെ, ഹോസ്പിറ്റലിനെ സിംബോളൈസ് ചെയ്യുന്ന ഒരു അടയാളത്തിലൂടെ നമ്മളത് മനസ്സിലാക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് സൈൻ. ഓക്കെ, സോ എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ത്രൂ ലാംഗ്വേജസ്, ജെസ്റ്റേഴ്സ് ഓർ സൈൻസ്. ബട്ട് ഹൗ ടു മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ? ദാറ്റ്സ് അവർ ക്വസ്റ്റ്യൻ. രാവിലെ തന്നെ ഒരാൾ വന്ന് വളരെ മോശമായി സംസാരിച്ചു നമ്മളോട്, നമ്മൾക്ക് ഇഷ്ടമുണ്ടാവുമോ? ഒരിക്കലുമില്ല. നമ്മെ ടെൻഷനാക്കുന്ന, നമ്മെ പ്രകോപിപ്പിക്കുന്ന, നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ കേൾക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? യെസ്. അപ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നത്? എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നതിൽ പലരും, കമ്മ്യൂണിക്കേഷൻ സ്പോക്കൺ പഠിക്കുന്നതിൽ പലരും, ഹയർ എഡ്യൂക്കേഷന്, മറ്റു സ്ഥാപനങ്ങളിൽ ഇൻ്റർവ്യൂവിന് പോകുന്നവർ, ജോബ് ഇൻ്റർവ്യൂവിന് പോകുന്നവർ, ജോബ് സീക്കേഴ്സ് പലരുമായിരിക്കും. അപ്പോഴൊക്കെ നമ്മെ അലട്ടുന്ന ഒരു ചോദ്യമാണ് ഹൗ ടു മേക്ക് ആൻസേഴ്സ്, ഹൗ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്, ഹൗ ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ. റൈറ്റ്? ഈസ് വെരി സിമ്പിൾ. നന്നായി കമ്മ്യൂണിക്കേഷൻ നടത്തുക. കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ വളരെ നല്ല രീതിയിലും മാന്യമായി നടത്തുക. വാട്ട് ഈസ് ദ വേ? ഹൗ ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ? Communication is a soft skill also. Do you ever hear the word soft skill? Soft skill? You might be very familiar with the opposite word of soft skill, that is hard skill. Hard skill. So, hard skill, opposite soft skill. What is hard skill? What you know is hard skill and what you reflect is soft skill.
സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും ഒരുപാട്. അതാണ് നമ്മുടെ ഹാർഡ് സ്കിൽ. +2 ഡിഗ്രി, PG ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്, ഡിപ്ലോമാസ്, SSLC. നമ്മളൊരുപാട് പഠിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് ഹാർഡ് സ്കിൽ. വാട്ട് യു റിഫ്ലക്റ്റ് ഈസ് സോഫ്റ്റ് സ്കിൽ. ഓക്കെ, വാട്ട് ഫീലിങ്സ്, ഇമോഷൻസ്, ആക്ടിവിറ്റീസ് you reflect, that's what is soft skill. So actually it is the reflection, expression of our personality. എത്ര പഠിച്ചിട്ടെന്ത് കാര്യം, മനുഷ്യനോടൊന്ന് മര്യാദക്ക് പെരുമാറാൻ അറിയണ്ടേ എന്ന് പലപ്പോഴും ചിലരെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ടാണ്. സോ ഹാർഡ് സ്കിൽ എത്ര ഉണ്ടായാലും സോഫ്റ്റ് സ്കിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബട്ട് എല്ലാവർക്കും ആവശ്യമുള്ളത് നമ്മുടെ സോഫ്റ്റ് സ്കില്ലാണ്, ഹാർഡ് സ്കിൽ മാത്രം പോരാ. അപ്പോൾ ഇതൊരു നല്ല സോഫ്റ്റ് സ്കില്ലാണ്. സോഫ്റ്റ് സ്കില്ലിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നമ്മളതിങ്ങനെ ഷാർപ്പൻ ചെയ്യും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കും. ചില സർട്ടിഫിക്കറ്റ്സുകളെങ്കിലും നമ്മളത് വാങ്ങി അല്ലെങ്കിൽ പഠിച്ചെടുത്ത് പരീക്ഷ എഴുതി അത് കഴിഞ്ഞ് നമ്മളത് മൈൻഡ് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യവും ഉണ്ടാവാറില്ല പലപ്പോഴും. അതേസമയത്ത് സോഫ്റ്റ് സ്കിൽ നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ അത് നമ്മെ വളർത്തിക്കൊണ്ടിരിക്കും. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ സോഫ്റ്റ് സ്കിൽ. How to make it attractive and beautiful. കമ്മ്യൂണിക്കേഷൻ ബ്യൂട്ടിഫുൾ ആക്കുന്നതിന് ചില ടിപ്സുകൾ, എല്ലാവർക്കും അറിയാവുന്ന ചില ടിപ്സുകൾ ഞാനൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. രാവിലെ തന്നെ ഒരു പുഞ്ചിരി കിട്ടിയാൽ നമുക്ക് എത്രമേൽ സന്തോഷം ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ നമ്മൾ സംസാരിക്കുന്നയാളോട് ഒരു പ്ലീസിങ് ഫേസോടെ സംസാരിക്കുക. നമ്മുടെ മൈൻഡും പ്ലീസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പ്രഷൻ, മുഖത്ത് കാണുന്ന നമ്മുടെ സംസാരം, മുഖത്ത് വരുന്നതും പ്ലീസ് ആയിരിക്കണം. സോ സ്റ്റാർട്ട് വിത്ത് എ പ്ലീസിങ് ഫേസ്. ഇറ്റ്സ് എ ബോഡി ലാംഗ്വേജ്, അല്ലേ? അതൊരു ബോഡി ലാംഗ്വേജാണ്. ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ സ്റ്റാർട്ട് വിത്ത് എ പ്ലീസിങ് ഫേസ്. ദെൻ സെക്കൻഡ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബി കോൺഫിഡൻറ്റ്. ബി കോൺഫിഡൻറ്റ്. എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആവുന്നത്? ഹലോ എന്ന് പറഞ്ഞൊരാൾ വരുന്നു, നമ്മളിങ്ങനെ ഹായ് ഇങ്ങനെ, എന്നാൽ വി ആർ നോട്ട് കോൺഫിഡൻറ്റ് എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവും. അതേസമയം നമ്മുടെ അടുത്തേക്ക് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനും സംതൃപ്തിയാവും, നമുക്കും സംതൃപ്തിയാവും. ബോത്ത് ഓഫ് യു വിൽ ബി കോൺഫിഡൻറ്റ് ആൻഡ് ഹാപ്പി. ഐ കോൺടാക്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വീട്ടിലുള്ളവരോട്, സുഹൃത്തുക്കളോട്, ആരോട് സംസാരിക്കുമ്പോൾ പോലും ഐ കോൺടാക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒഫീഷ്യൽ ടോക്കിലാണെങ്കിലും ഐ കോൺടാക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കണം, പ്ലീസിങ് ഫേസോടുകൂടി ആയിരിക്കണം. കണ്ണിൽ നിന്നും കണ്ണിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ നമ്മുടെ സംസാരത്തിന് കഴിയണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ ടോക്ക് ഓർ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്? സോ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ എന്ന നിലയ്ക്ക് അത് ഏറ്റവും മനോഹരമാവുമ്പോൾ നമ്മളും ബ്യൂട്ടിഫുൾ ആണെന്ന് കേൾക്കുന്നയാൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരു പ്ലീസിങ് ഫേസോടെ സ്റ്റാർട്ട് ചെയ്യുക, ഐ കോൺടാക്റ്റ് കീപ്പ് ചെയ്യുക. ഓക്കെ, വിശദമായി ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സമയം വൈകുന്നു എന്നതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.